ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിന്ന് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% റൂളിനെ കുറിച്ചിട്ട്, അതായത് 5 ഇയേഴ്സിൻ്റെ 5% റൂളിനെ കുറിച്ചിട്ട് പുള്ളി എന്നോട് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പുള്ളി റിക്വസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് ചെയ്യാമെന്ന് ഓർത്തു. 5%ൻ്റെ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ഏതോ അക്കൗണ്ട് ആയിക്കോട്ടെ, 5K തൊട്ട് 100K അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ഇന്ന് ഒരു ട്രേഡ് റണ്ണിങ് ആണെന്ന് നോക്കുക. അതായത് ഇൻ കേസ് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് പ്രോഫിറ്റിൽ റണ്ണിങ് ആണ്, നിങ്ങളപ്പോൾ എന്ത് ചെയ്തു, ടാർഗറ്റ് ആയിട്ടില്ല. സോ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു. അതായത് നിങ്ങൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു, നിങ്ങൾ ആ ദിവസം 5% അപ്പായിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തപ്പോൾ. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ടാർഗറ്റ് അടിക്കാണ്ട് നേരെ നിങ്ങളുടെ ബ്രേക്ക് ഈവണിലേക്ക് വന്ന് ടച്ച് ചെയ്തു. ബ്രേക്ക് ഈവണിലേക്ക് വന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ 5%ൻ്റെ റൂൾ അവിടെ ആക്റ്റീവ് ആവുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് നിങ്ങൾ എക്സിറ്റ് ആയിട്ടില്ല, കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ട്, നിങ്ങൾ ടാർഗറ്റിൻ്റെ ഹാഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ആ ടൈമിൽ മാർക്കറ്റിൽ പെട്ടെന്നൊരു ന്യൂസോ എന്തെങ്കിലും വരികയാണ്, മാർക്കറ്റ് ഫ്ലക്ച്വേഷനായി, മാർക്കറ്റ് നേരെ താഴത്തേക്ക് വന്നു, നിങ്ങൾ വെച്ചിരിക്കുന്ന ബ്രേക്ക് ഈവൺ മാർക്കറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഡെയിലി ലോസ് തന്നിരിക്കുന്നത് തന്നെ അവർ 5% ആണ്. അതായത് 5,000 ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ലോസ് നിങ്ങൾക്ക് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 5% തന്നെയാണ്. $250 ലോസ് ആയാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. സോ നിങ്ങൾ മാർക്കറ്റിൽ ഒരു എൻട്രി ഇട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നു, നിങ്ങളുടെ വർക്ക് തിരക്കോ കാര്യങ്ങളോ കൊണ്ട് നിങ്ങൾ ആ എൻട്രി ടാർഗറ്റ് അടിച്ചോളും എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഹോൾഡ് ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കും ആ എൻട്രി നേരെ തിരിച്ചു വന്ന് ടാപ്പ് ചെയ്തു. നിങ്ങൾ ബ്രേക്ക് ഇവൻ ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ചായി. ഇതായിരുന്നു പുള്ളി എന്നോട് ചോദിച്ച ഡൗട്ട്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു 5% അപ്പ് ചെയ്തു, പക്ഷെ നിങ്ങളവിടെ ക്ലോസ് ചെയ്തില്ല. അങ്ങനെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അവിടെ റൂൾ വയലേഷൻസ് വരുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ നിങ്ങളൊരു 5% അപ്പ് ചെയ്താൽ നിങ്ങൾ ആ 5% റിട്ടേൺ വന്നിട്ട് ടാപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പം മിഡ് നൈറ്റിൽ നമ്മുടെ MT5 ഇത് വെച്ചിട്ട് സെറ്റിൽമെൻറ്റ് ടൈം നടക്കും. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇത് ഡെയിലി ലോസ് എന്നുള്ളതിൽ ചേഞ്ചസും കാര്യങ്ങളും വരും. സോ ആ ടൈമിൽ നിങ്ങൾ ട്രേഡ് ആക്റ്റീവ് ആണ്, നിങ്ങൾ SL എടുത്തില്ല, ടാർഗറ്റ് ആവുന്നോർത്ത് വെച്ചു. പക്ഷേ എന്ത് ചെയ്തു, നിങ്ങൾ അന്നുണ്ടാക്കിയ 5% നിങ്ങൾക്ക് ലോസ് ആയി തിരിച്ച് ബ്രേക്ക് ഈവൻ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. വളരെ വ്യക്തമായിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യും. അത് എഫക്റ്റ് ചെയ്യും, അത് നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേഷൻ ആവും. അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങൾ. കാരണം ഒരിക്കലും 5% നിങ്ങൾ അപ്പാക്കിയിട്ട് ആ 5% നിങ്ങൾ കളയാൻ നിൽക്കരുത്. കാരണം പിറ്റേ ദിവസമാണ് വരുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ 5% നിങ്ങൾ അപ്പ് ചെയ്തു, ആ അക്കൗണ്ട് വെച്ചിട്ട് ആ 5% ഇത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ റൂള് ചേഞ്ച് ആവുന്നത്. കാരണം വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നിങ്ങൾ 5,000 എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ്, ആ 5,000ൻ്റെ 5% ആയിരിക്കും നിങ്ങളുടെ ലോസ് വരുന്നത്. അപ്പം ആ 5,000 ഇപ്പം $5,000 അക്കൗണ്ട് നിങ്ങൾ എടുത്തു, ആ 5,000 നിങ്ങളൊരു $250, $5,250 എടുത്തു. സോ നിങ്ങളുടെ 5% എന്ന് പറഞ്ഞാൽ $250 അവിടെ. ആ $250 നിങ്ങൾക്ക് ലോസ് ആയ അക്കൗണ്ട് പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ഇതായിരുന്നു, അക്കൗണ്ട് ബ്രീച്ചും കാര്യങ്ങളും ആവുമോ എന്നുള്ളത്. സോ അത് കൺഫേം ആണ്, നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ആ 5% നിങ്ങൾ അപ്പ് ചെയ്തതിന് ശേഷം ആ 5% ലോസ് വരുത്തി കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിങ് എന്ന് തന്നെ പറയാം. കാരണം ഫ്ലോട്ടിങ്ങിൽ പോകുന്നത് നമ്മൾ കയറി അപ്പായി അവിടെ നിന്ന് ഫ്ലോട്ടിങ്ങിൽ തിരിച്ച് വന്നാൽ പോലും നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഒരു വീഡിയോ ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്.
പുള്ളി ചോദിച്ചത് ഇതാണ്, അതിനുള്ളൊരു ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഇവിടെ ഓരോ റൂളുകളെ കുറിച്ചിട്ടുള്ള ഡെപ്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ഫണ്ടിങ് പിപ്പോ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങോ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഡെപ്തായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇന്നലെ ഒരു എൻട്രി, ഇത് സെക്കൻഡ് ഫേസ് അക്കൗണ്ടാണ് നമ്മുടെ. ഫസ്റ്റ് ഫേസ് പാസ്സായതിൻ്റെ വീഡിയോ ഉണ്ടല്ലേ, പുള്ളിയുടെ സെക്കൻഡ് ഫേസ് അക്കൗണ്ടാണ്. ഇന്നത്തേക്ക് ഈ അക്കൗണ്ട് പാസ്സാകുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ട്രേഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. വേണ്ട, ജൂലൈ 21 ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടില്ല. അപ്പം അത് എക്സിറ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ലോസിലാണ് കിടക്കുന്നത്. അറൗണ്ട് ഒരു $40 സംതിങ് എന്തോ ലോസിലാണ് കിടക്കുന്നത്. അപ്പം അത് റിട്ടേൺ ടാർഗറ്റിലൊക്കെ ആവാൻ ഇന്ന് വൈകുന്നേരം ഇപ്പം മാർക്കറ്റ് വോൾട്ടാലിറ്റി ഇല്ലാണ്ട് ഇങ്ങനെയാണ്. വൈകുന്നേരം ന്യൂസ് ടൈം കൊണ്ടുകൂടി മാർക്കറ്റിന് ഒരു വോൾട്ടാലിറ്റി വരും. ഇന്നിപ്പോൾ മീഡിയം ബാഡ് ന്യൂസ് വരുന്നുണ്ട്. അപ്പം ആ ടൈമിൽ ഒരു വോൾട്ടാലിറ്റി ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പം അതിൽ നമുക്കൊന്നെങ്കിൽ നമ്മുടെ എസ് എൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആവാം. നമ്മളെന്തായാലും എസ് എല്ലോ ടാർഗറ്റോ ആവാണ്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാറില്ല. അങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് തന്നെ. ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സാപ്പ് ചാർജുകൾ കൂടുതലാണ്. പിന്നെ വീക്കെൻഡ്സ് ഒരിക്കലും ഹോൾഡ് ചെയ്യരുത് കേട്ടോ. എന്ത് ട്രേഡ് എടുത്താലും വീക്കെൻഡ്സ് ഹോൾഡ് ചെയ്തു. പിന്നെ നിങ്ങൾ റിസ്ക് നോക്കുക. നിങ്ങളുടെ ഈ കാണുന്ന ഡെയിലി ലോസ് 4779 ഡെയിലി ലോസ്. അതനുസരിച്ച് നിങ്ങൾ റിസ്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡെയിലി നിങ്ങളുടെ ലോസ് ഒരു ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിസ്കിലേക്ക് എടുക്കരുത്. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് കളയുക. കാരണം നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുമ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡെയിലി ലോസ് റൂൾസ് നിങ്ങൾ ബ്രേക്ക് ചെയ്തു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇനി അക്കൗണ്ട് സർവീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അക്കൗണ്ട് സർവീസ് ചെയ്ത് തരും. ഇൻ കേസ് ചില ടൈമിൽ നമ്മൾ അക്കൗണ്ടുകൾ പാസ്സാവാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ലോസ് വരാറുണ്ട്. ലോസ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്ത് മേളിലേക്ക് കയറ്റിക്കൊണ്ട് വരും. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണേന് ആ ടൈമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോയി, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോയിട്ട് നിങ്ങൾ നമുക്ക് തന്നിട്ടുള്ള അക്കൗണ്ട് പർച്ചേസ് ചെയ്ത പേയ്മെൻറ്റും അതേപോലെ തന്നെ നിങ്ങൾ തന്ന സർവീസ് ചാർജ് നമ്മൾ റീഫണ്ട് ചെയ്ത് തരും. അത് 100% ഗ്യാരണ്ടിയാണത്. അതായത് അതിൻ്റെ ക്രൈറ്റീരിയ ശ്രദ്ധിച്ച് കേട്ടോളുക. ഇപ്പം നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള 5Kയുടെയോ 10Kയുടെയോ എത്രയുടെ അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൻ്റെ പേയ്മെൻറ്റും അത് കൂടാണ്ട് നിങ്ങൾ നമുക്ക് തന്നിട്ടുള്ള സർവീസ് ചാർജ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്മൾ ചെയ്യും. അക്കൗണ്ടിൽ ലോസ് വരും. ലോസ് വരാത്ത അക്കൗണ്ടുകളില്ല. നമ്മളിപ്പോൾ റൺ ചെയ്തതിനോട് നമ്മുടെ അക്കൗണ്ട് ഹാൻഡിലിങ്ങിൽ ലോസുള്ള അക്കൗണ്ട്സ് ഉണ്ട് കുറേ. നമ്മളതെല്ലാം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി അവർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക്, ലോസ് ഉണ്ട്, ഇത്ര ലോസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 4749. എനിക്ക് ഈ ഒരു ലെവൽ ഇപ്പം എൻ്റെ കണ്ടില്ല 4999 നിൽക്കുന്നത്. ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പാടുള്ളൂ. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ലോസ് ആവും എനിക്ക്. ഞാൻ എന്ത് ചെയ്യും, ഈ ഏകദേശം ഈ ഒരു മിഡ് റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഞാൻ അന്നത്തെ ട്രേഡ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. അത് ലോസ് ആണെങ്കിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്യും. നമ്മളത് ബുക്ക് ചെയ്യണം. ലോസ് ആണെങ്കിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക. ലോസ് ആയവിടെ എന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുക. പിന്നെ SLും TPയും അത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ SL എടുക്കണമെങ്കിൽ SL എടുക്കട്ടെ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ടാർഗറ്റ് അടിക്കാൻ ഇപ്പോൾ ഒരു പൊടിക്ക് നിങ്ങളുടെ ടാർഗറ്റ് അടിക്കാനുള്ളൂ. പക്ഷേ അവിടത്തുള്ള ബോഡി മാർക്കറ്റ് റിവേഴ്സലായി. അപ്പം തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സൈക്കോളജി വർക്കൗട്ടാണ്. നിങ്ങളുടെ മെൻ്റലി നിങ്ങൾക്ക് കുറേ ഡൗൺ സൈഡ് വരും. കാരണം അവിടത്തോളം എത്തിയാനിപ്പോൾ കളയാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ സെയിം ഇതേ പ്രവണത നിങ്ങൾക്ക് വരും. ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ആവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ SL എടുത്താൽ ലോസ് എടുത്താൽ ലോസ് ബുക്ക് ചെയ്തപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കും. അന്നത്തെ ദിവസം നിങ്ങൾ വേറെ ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. ആ ലോസ് നിങ്ങൾ ബുക്ക് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. അതാണ് മെയിൻലി ഏറ്റവും നല്ലൊരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. മാർക്കറ്റിൽ നിന്ന് ലോസ് ബുക്ക് ചെയ്താൽ അത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും. നിങ്ങൾ SL എടുക്കുകയോ ടാർഗറ്റ് എടുക്കുകയോ ചെയ്താൽ നിങ്ങൾ മെയിലിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അക്കൗണ്ട് ഹാൻഡിലിംഗ് സർവീസ് വേണമെന്നുള്ളവർ നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും വെച്ച് മെയിൽ ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ ട്രേഡ് എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അക്കൗണ്ട് ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ നിങ്ങൾക്ക് വാങ്ങാനായ എമൗണ്ട് എത്രയോ ആ എമൗണ്ട് പ്ലസ് നിങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസ് ചാർജ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും.
അത് 100% ഗ്യാരണ്ടിയാണ്. ഇനി നമ്മൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് പോകണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം. വന്ന് നമ്മളോട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കാണാമെന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ട്രേഡ് നേരുന്നു. എന്തായാലും ന്യൂസ് ടൈമിൽ മാക്സിമം ട്രേഡ് എടുക്കാണ്ടിരിക്കുക. 6 മണിക്കാണെന്ന് ന്യൂസ് ഉണ്ട്. 6 മണിക്ക് മീഡിയം ബാറ്റ് ന്യൂസുകൾ ഉണ്ടെന്ന്. നാളെ ഹൈ ബാറ്റ് ന്യൂസുകളുള്ള ഡേറ്റും കൂടിയാണ്. സോ എല്ലാവരും ന്യൂസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ചെക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് എടുക്കാനായിട്ട് ഇവിടെ ഒരു സൈറ്റ് തന്നെ ഉണ്ട്. ഫോറക്സ് ഫാക്ടറി എന്നാണ് ന്യൂസിൻ്റെ സൈറ്റിൻ്റെ പേര്. ഫോറക്സ് ഫാക്ടറിയിൽ വരിക, ഇവിടെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ വൈഫൈ കുറച്ച് ഷോ കൂടണ്ട ഇന്ന്. ഈ മഴയും കാര്യങ്ങളൊക്കെയാണ് നിൽക്കണോണ്ടേ ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് നിൽക്കണത്. സോ ഇതാണ് നിങ്ങളുടെ ഫോറക്സ് ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ ന്യൂസ് ടൈം ഉണ്ട്, ന്യൂസ് അവർ നോക്കുക. അല്ല, ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യണ്ട, ടുഡേ ന്യൂസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറേ ഡേറ്റ് വൈസ് എടുക്കുന്നുണ്ടെങ്കിൽ കുറേ ഡേറ്റ് വൈസ് എടുക്കാം. ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റിലെ ന്യൂസുകൾ മാത്രമാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ മാത്രം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും USDയിൽ ന്യൂസ് ഉണ്ട്. അത് ഹൈ ഇമ്പാക്ട് ന്യൂസ് തന്നെയാണ്. ഈ GBPയിലെ ന്യൂസ് നിങ്ങൾ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട. അത് ഇമ്പാക്ട് ന്യൂസ് ആണ്, എന്നാലും അത് അത്ര വലിയ കാര്യമാക്കണ്ട. മോർണിംഗ് ട്രേഡ് എടുത്തവർ ഈവനിങ് ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് ടൈമിൽ ലിമിറ്റ് ഓർഡർ എക്സിറ്റ് അടിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ആക്റ്റീവ് ആയില്ലെങ്കിലും. അതേപോലെ തന്നെ നാളെയും ട്രേഡ് എടുക്കാൻ പറ്റിയ നല്ല ദിവസങ്ങൾ തന്നെയാണ്. അപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മീഡിയം ബാറ്റ് ന്യൂസ് ഉണ്ട്. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ന്യൂസ് എടുക്കാണ്ടിരിക്കുകയാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വ്യാഴാഴ്ച ദിവസം നിങ്ങൾ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഹൈ ബാറ്റ് ന്യൂസുകളുടെ എണ്ണം കൂടുതലാണ്. കണ്ടോ, USD തന്നെ 2 ന്യൂസ് ഹൈ ഇമ്പാക്റ്റ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. 7:15 നൈറ്റ് ഇന്ത്യൻ ടൈം, 6:15 യൂറോയുടെ ന്യൂസ് നടക്കുന്നുണ്ട് 5:45. അപ്പോൾ വ്യാഴാഴ്ച ദിവസം നല്ല ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ടൈമുള്ള സമയമാണ്. അന്നൊക്കെ ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് എടുക്കുന്നവർ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം കുഴപ്പമില്ല, ശാന്തമായി കിടക്കണേണ്. ബാക്കി ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം ഈ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ ഒരിക്കലും ട്രേഡുകൾ എടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്, റൂൾസ് വയലേഷൻ എന്ന രീതിയിൽ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് പോവാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ജെന്യൂനിറ്റിയൊക്കെ അവരോട് ചാറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജെന്യൂനിറ്റി ആണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അക്കൗണ്ട് കളയാണ്ട് നിങ്ങളെടുത്തിരിക്കുന്ന ഇത് അതായത് ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് അവർ മൈനസ് ചെയ്യും. അപ്പം അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ സംസാരിച്ചാൽ തന്നെ. അറൗണ്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാര്യം. കാരണം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ അത് ആലോചിച്ചിട്ട് എടുക്കുക. അതായത് ഇപ്പം നിങ്ങളൊരു ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് ലോസിലാണ് വണ്ണായിക്കൊണ്ടൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ തോന്നും എക്സിറ്റ് ആയേക്കാം. എന്നാൽ അത് എക്സിറ്റ് ആവണ്ട. ചിലപ്പോൾ നിങ്ങൾ എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലോസ് സംഭവിക്കും. എന്നാലും നമ്മുടെ ഒരു അക്കൗണ്ട് ഹാൻഡിലിൽ നിന്ന് നമ്മൾ റിസ്ക് എടുത്തൊരു ട്രേഡിൽ എക്സിറ്റ് ചെയ്തു. പക്ഷേ ആ എക്സിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ സെയിം ട്രേഡ് എൻ്റെ അക്കൗണ്ടിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സെയിം ട്രേഡ് തന്നെ എൻ്റെ അക്കൗണ്ടിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ അക്കൗണ്ട് ഫേസ് ടു പാസ് ആവാൻ വേണ്ടി ഈ അക്കൗണ്ട് ഞാൻ 0.05 ഞാനൊരു ട്രേഡ് ഈ അക്കൗണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ് എനിക്ക് ഇന്നലെ ഇട്ടത് നിങ്ങൾ നോക്കിയാൽ കാണാം. വേണ്ട, ജൂലൈ 21 ഇട്ടൊരു ട്രേഡാണിത്. ഇന്ന് ജൂലൈ 22. ഈ ട്രേഡ് എനിക്ക് ഇതുവരെ ലോസ് ആയിട്ടില്ല. ലോസിൽ കിടപ്പിട്ട് പൊട്ടിയിട്ടുള്ള ലോസാണ് അത്. ഇന്നുവരെ എനിക്ക് ലോസ് ആയിട്ടില്ല. അതേസമയം ആ ട്രേഡ് പ്രോഫിറ്റും എത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസ് ടൈമിൽ ചിലപ്പോൾ അത് പ്രോഫിറ്റ് എത്തുമായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, നമ്മുടെ എക്സ്പെക്ട് ഓഫ് വ്യൂ എന്നാണ്. അതായത് 3370 താഴേക്ക് മാർക്കറ്റ് നിൽക്കുകയാണ്. അവിടെ നിന്ന് റീട്രേസ്മെന്റ് നോക്കി മാർക്കറ്റ് മേലേക്ക് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കൺഫേം അത് 3310 അല്ലെങ്കിൽ 3320 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വരും. അവിടെ വന്ന് അവിടത്തെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പമ്പ് ചെയ്യും. അത് കൺഫേം ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് സപ്പോർട്ട് റേഞ്ചുകളുണ്ട്, ചില സപ്പോർട്ട് റേഞ്ചുകളുണ്ട്, മേജർ സപ്പോർട്ട് റേഞ്ചുകളുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലത്തിൽ മാർക്കറ്റ് വോൾ ടൈം ഹൈ എടുത്തു കഴിഞ്ഞു. ഇനി മാർക്കറ്റ് എങ്ങോട്ടാ മൂവ് ചെയ്യുക എന്നൊക്കെ നമുക്ക് അധികം പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് നമ്മൾ 3000 എത്തിയപ്പോഴത്തേക്കും എല്ലാവരും നമ്മൾ വിചാരിച്ചത് 3000 ചെല്ലുന്നതാണ്.
എന്നാൽ മാർക്കറ്റ് 3500 വരെയും പോയിരുന്നു. മാർക്കറ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം നോക്കിയപ്പോഴത്തേക്കും 2500 എന്ന് പറയുന്ന ഏറ്റവും മെജോറിറ്റി സെൽ ഏരിയകളായിരുന്നു പണ്ടത്തെ. 2500 എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ XAUSDയിൽ 2500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സെൽ ടൈം കാലങ്ങളായിരുന്നു. ആ ടൈം ബ്രേക്ക് ചെയ്തു. ഒരു ഹൈ ആണ് മാർക്കറ്റ് തന്നേച്ചത്. അപ്പം എന്ന് വെച്ചാൽ 10 കൊല്ലത്തിൽ ഒരു തവണയായിരുന്നു മാർക്കറ്റ് ആ ഹൈ ടൈം അയച്ചത്. അപ്പം ആ ടൈം ബ്രേക്ക് ചെയ്തു. നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ മാർക്കറ്റ് ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം കഴിഞ്ഞ കാലം മുതൽ ഇപ്പം ഇത്ര നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2500 എന്ന് പറഞ്ഞ മേജർ സെല്ല് ഏരിയകളൊക്കെ പൊട്ടിപ്പോയിട്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് വോൾട്ടായിട്ട് ചെയ്യും. എല്ലാവരും പറഞ്ഞു 3000 എത്തിക്കഴിയുമ്പോൾ 3000 സെല്ല് വരുമെന്ന്. അപ്പം ആ വന്ന ഏരിയയിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ ആയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് മെജോറിറ്റി 3500 പോയി നിൽക്കുന്ന ഉള്ളത്. 3000 ഇപ്പം കറണ്ട് പ്രൈസ് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3400 അടുത്തുള്ള റേഞ്ചിൽ കിടന്ന് കളിക്കണം. 3500 മാക്സിമം കിട്ടും. അതായത് ഇൻ കേസ് 3370 മാർക്കറ്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെന്റ് എടുത്തു, ഡൗൺ ട്രെൻഡ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 3440 റിട്ടേൺ കയറാനുള്ള ചാൻസുകളും ഉണ്ട്. ഈ രണ്ട് സിനാരിയോസ് ഉണ്ട്. നമ്മളത് മെയിൻലി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുക്കുക എന്ന്. അതായത് മെയിൻ കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. 3370 താഴത്ത് മാർക്കറ്റ് ബ്രേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 4 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ കൺഫേം ആയിട്ടും, അതായത് അടുത്ത് നോക്കുക, കൺഫർമേഷൻ നോക്കേണ്ടത് അവിടെ ഒരു ബാരിഷ് എൻക്ലൻഫ് ക്യാൻഡിൽ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ആണ് മാർക്കറ്റ് 3320 3310 നമുക്ക് ടാർഗറ്റ് തരാം. അതല്ല മാർക്കറ്റ് മാർക്കറ്റ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ റിവേഴ്സലാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് നേരെ 3440 അടുത്ത റേഞ്ചിലേക്ക് പോകും. മാർക്കറ്റ് നെക്സ്റ്റ് റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകും. ഈ പോയിന്റുകളൊന്നും മനസ്സിൽ നോട്ട് ചെയ്ത് ഇപ്പോൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് 3370 3440 എന്നുള്ള ലെവലുകൾ. അതേപോലെ തന്നെ സെൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു ടാർഗറ്റ് നമുക്ക് കിട്ടുമതിൽ. അപ്പം നിങ്ങളതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അക്കൗണ്ട് ഹാൻഡിലും കാര്യങ്ങളും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വേണ്ടത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും.